ഞാൻ പറയാണ് നീ ജയന്റെ മകനല്ല എന്ന് ഉറപ്പിച്ച് പറയാണ്. നിനക്ക് എവിടെയാണ് രേഖയുള്ള ജയൻ സാറിന്റെ? അല്ലെ ജയൻ സാർ വെളിപ്പെടുത്തണം ഇതെന്റെ മകനാന്ന് അദ്ദേഹം അന്ന് വെളിപ്പെടുത്തണമായിരുന്നു. അല്ല നീ ജയൻ സാറിന്റെ പേരും പറഞ്ഞിട്ട് ഫോട്ടോ കാണിച്ചിട്ട് ഇതെന്റെ അച്ഛനാ ഇതെന്റെ അച്ഛനാ ഇതെന്റെ അച്ഛനാ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് ഏറ്റവും വലിയ തണ്ടത്തരാ. നീ എല്ലാവരോടും പറയുന്നുണ്ട്, എല്ലാവരും നീ അപമാനിക്കുന്നുണ്ട്. കാരണം നീ പറഞ്ഞു ജയൻ സാറിന്റെ പ്രതിമയുടെ മുമ്പിൽ നിന്നാൽ അത് ഞാൻ ഇന്ന് വരെ നിന്നിട്ടില്ല, അത് അച്ഛന്റെ പ്രതിമ അല്ല എന്ന് നീ പറഞ്ഞല്ലോ. സത്യം തന്നെയല്ലേ? കേട്ടവർ തന്നെയാ ഞങ്ങള്, അല്ലെ? പിന്നെ നീ പറഞ്ഞു എല്ലാവരും തന്തയ്ക്ക് പറക്കാത്തവരാന്ന്, അല്ലെ? നീ പറഞ്ഞില്ലേ? എവിടെയാണ് നിനക്ക് രേഖയുള്ളത്? ഇത് ജയൻ സാറിന്റെ മകനാന്ന് ജയൻ സാർ ബോധ്യപ്പെടുത്താത്ത കാലം വരെയും നീ ഈ കേരളത്തിൽ ജയൻ സാറിന്റെ മകനല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നീ ജയനാണ് ജയനാണ് ജയന്റെ മകനാണെന്ന് പറഞ്ഞ് നടക്കാന്നല്ലാണ്ട് നിന്നെ ഇരു കണ്ണോടുകൂടി, ഒരു മനുഷ്യൻ രണ്ട് കണ്ണുള്ളതാണ്, ഇരു കണ്ണോടുകൂടി നിന്നെ കാണേണ്ടി വരും. അല്ല, ജയൻ എന്ന് പറയുന്ന ജയൻ സാറ് എന്റെ അയൽവാസിയാണ്. ഞാൻ ജയൻ സാറിനെ എന്റെ 13ാമത്തെ വയസ്സിൽ ഞാൻ കണ്ടതാണ് ജയൻ സാറിനെ. കേട്ടോ, നീ കണ്ടിട്ടില്ല നിന്റെ അച്ഛനാ എന്ന് നീ പറയുന്നുണ്ടല്ലോ. എനിക്ക് പറയാൻ തന്നെ ലജ്ജയാണ് നിന്റെ അച്ഛൻ എന്ന് പറയുന്നത്. പറയത്തില്ല, നീ ഇന്ന് അന്നത്തെ കാലത്തെ ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ട് നീ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഇതെന്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് നടക്കയില്ലേ? ഏറ്റവും വലിയ ആത്മാവിനെ വരെ വിറ്റ് തിന്നാൻ നിനക്ക് വേറെ പണിയില്ലടാ ഉണ്ണി. നീ പറഞ്ഞല്ലോ മറ്റുള്ളവർ വിഗ് വെച്ചോണ്ട് നടക്കുകയാണ്. മോഹൻലാൽ സാർ വിഗ് വെക്കും, മറ്റേ മമ്മൂട്ടി സാറ് വെക്കും, എന്റെ അച്ഛൻ മാത്രം വെക്കില്ല. പിന്നെ നീ പറഞ്ഞല്ലോ അതാ കഷണ്ടിയാന്ന്. നിനക്ക് മണ്ടയിൽ രോമം ഇല്ല, മണ്ടസ്ഥിര ഇല്ലാത്തവനാണ് നീ. അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന. നിന്റെ അച്ഛനാണെങ്കിൽ നീ അത് പറഞ്ഞുകൊണ്ട് നടക്കുവോ? അപ്പൊ നിന്റെ അച്ഛനല്ല. നീ പറഞ്ഞല്ലോ ജില്ലാ ഹോസ്പിറ്റലാണ് എന്നെ പ്രസവിച്ചതെന്ന്. അവിടെ എന്ത് രേഖ? നിന്റെ അച്ഛന്റെ രേഖയുണ്ടോ? നിന്റെ പേരിന്റെ ഇൻഷ്യൽ എന്താണ്? ജയൻ സാറിന്റെ ജെ ആണോ? ജയൻ എന്ന് പറയാൻ ജയൻ സാറിന്റെ ജെ ആണോ നിന്റെ ഇൻഷ്യല്? നീ ഇൻഷ്യൽ ഇല്ലാത്ത പേരും പറഞ്ഞ് ഈ നാട്ടിലുള്ളവരെ കബളിപ്പിച്ച് നടക്കുന്നത് നിന്റെ ഏറ്റവും വലിയ തെമ്മാടിത്തരമാണത്. പറഞ്ഞാൽ മനസ്സിലായ? പച്ചയ്ക്ക് നീ എല്ലാവരും തെറി പറയുന്നുണ്ട്, തന്തയ്ക്ക് വിളിക്കുന്നുണ്ട്. പറഞ്ഞാൽ മനസ്സിലായ? എന്റെ കൊമ്പിൽ വന്ന് നീ തന്തയ്ക്ക് വിളിച്ചാൽ വിവരം അറിയും. പറഞ്ഞാൽ മനസ്സിലായ? നീ അവിടെ നിന്നിട്ടേ തന്തയ്ക്ക് വിളിക്കോളൂ. ഞാൻ പറയാണ്, നീ എന്താ ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്. പറഞ്ഞാൽ മനസ്സിലായ? പരസ്യമായിട്ട് തന്തയ്ക്ക് വിളിച്ചിട്ട് ഒരു ആത്മാവിനെ വിറ്റ് തിന്ന് ജീവിക്കുന്ന നിന്നെ പോലുള്ളവനുണ്ടല്ലോ, ശരിയല്ല ഈ നാട്ടില്. നാളെ ഇതുപോലെ നമ്മളെ നാട്ടില് പല പ്രമുഖരായ നടന്മാരുണ്ട്. എത്ര നടന്മാരുണ്ട്? പേരെന്നിപ്പോ നിനക്കറിയോ എത്ര നടന്മാർ കൊല്ലം ജില്ലയിലുണ്ടെന്ന്? ഏറ്റവും കൂടുതൽ നടന്മാരുള്ള ജില്ലയാണ് കൊല്ലം ജില്ല. അറിയോ? ഞങ്ങളുടെ ചങ്കരേറ്റിക്കൊണ്ട് നടക്കുന്നതാണ് ഞങ്ങളുടെ ജയൻ സാറിന്. അറിയോ? അദ്ദേഹത്തിന് ശിരസ് മുതല് പാദം മുതൽ ശിരസ് വരെ രോമമുള്ള, നിന്നെ പോലെ രോമമില്ലാത്ത ഇങ്ങനെ ഒതുക്കി നടക്കുന്ന ആളല്ല. പറഞ്ഞ പച്ചയ്ക്ക് അഭിനയിച്ച് പച്ചയ്ക്ക് ജീവിച്ച് ഒരു ഷൂട്ടിൽ ഒരാൾക്കെങ്കിലും ഒരു ഇടി കിട്ടാത്ത ഒരാളുണ്ടാവില്ല. അത്ര പച്ചയ്ക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യനെ അപമാനിച്ച് ജീവിക്കുന്ന തന്നെ പോലത്തുള്ള തെണ്ടിയോട് പറയാനുള്ള മറുപടി, തന്തയ്ക്ക് ഇനി നീ പറഞ്ഞാൽ നീ അയാളെ ഫോട്ടോയും കൊണ്ട് പിച്ചെടുത്ത് റോഡിൽ നടന്ന് ജീവിക്കും. ഈ സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോയും കൊണ്ട് നടന്നാൽ വിവരം അറിയും. നിനക്കൊരു തൊഴിലറിയാമല്ലോ, നീ ആ തൊഴിൽ ചെയ്യുന്ന ഞങ്ങൾ കണ്ടതാ കേട്ടോ. നിനക്ക് അധ്വാനിച്ച് ജീവിച്ചൂടെ? എന്തിനാണ് ഈ പാവത്തിന്റെ ഫോട്ടോയും കാണിച്ച് ഈ അവാർഡും മേടിച്ച് നീ ഇങ്ങനെ വിലസി ജീവിക്കുന്നത്? നിനക്ക് എന്നാ ഈ കോട്ടുണ്ടായത്? നിനക്ക് എന്നാ ഈ പൂഡിംഗ് ക്ലാസ് ഉണ്ടായത്? ഇതൊക്കെ ചെയ്യുന്ന ശരിയുള്ള കാര്യമാണാ? അദ്ദേഹത്തിനെ വിറ്റ് അടുത്ത നാട്ടുകാരെ കൊള്ളാത്തോണ്ടൊന്നുമല്ല, ജയൻ സാറിന്റെ കുടുംബം കൊള്ളാത്തോണ്ടൊന്നുമല്ല. എന്തുകൊണ്ടാണെന്നറിയാം അവർ പ്രതികരിക്കാത്തത്? നീ എവിടം വരെ പോകട്ടെ എന്ന് നോക്കിയിരിക്കുക. അവർ പ്രതികരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ജനം പ്രതികരിക്കും. ആ നാട്ടിനെയും ആ കുടുംബത്തിനെയും നാട്ടിലെ മറ്റുള്ളവരെയും തെറി പറഞ്ഞ് നീ നേടാന്നൊന്നും വിചാരിക്കേണ്ട, നടക്കില്ല. നിനക്ക് ജയൻ സാറിനെ കുറിച്ച് എന്താ അറിയാം? നിനക്കൊരു ചുക്കും അറിയില്ല. കാരണം അദ്ദേഹം പച്ചയ്ക്ക് ജീവിച്ച് പച്ചയ്ക്ക് അഭിനയിച്ച ഒരാളാണ്. അത് മറ്റുള്ള നടന്മാരോ നിനക്ക് അറിയാമെങ്കിൽ പോയി ചോദിച്ചു നോക്ക്. ഒരു ഷൂട്ടിൽ ഒരു ഇടിയെങ്കിലും അയാൾ സ്റ്റണ്ട് രംഗത്ത് വാങ്ങിക്കാത്ത ഒരു നടന്മാരും നടികളും ഇല്ല. കാരണം അങ്ങനത്തെ പച്ചയ്ക്ക് അഭിനയിക്കുന്ന ഒരു മനുഷ്യനാ നീ അപരാധം പറഞ്ഞുണ്ടാക്കി നിന്റെ അച്ഛനാ. അതൊക്കെ ഓക്കെ, പറയാൻ മനസ്സിലായി? അത് ഇനി ആരും കേരളത്തിൽ വിശ്വസിക്കില്ല, ഈ വീഡിയോയുടെ കൂടി ആരും വിശ്വസിക്കില്ല. പിന്നെ ഒന്ന് ഞാൻ പറയാം, അദ്ദേഹത്തിന്റെ പ്രതിമ ഇരിക്കുന്നതേ ഓലേക്കടവില്, അതായത് ബാക്കിൽ നാണി മെമ്മോറിയൽ ഹോസ്പിറ്റലും അതിന്റെ തൊട്ട് ഫ്രണ്ടില് ജയൻ സാറിന്റെ വീടുമാണ്. അതിന്റെ ഫ്രണ്ടിലാണ്, ആരുടെ പറമ്പിലൊന്നുമല്ല, റോഡ് സൈഡാണ് അദ്ദേഹത്തിന്റെ പ്രതിമ ഇരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ആ പ്രതിമ അവിടെ വെച്ചിരിക്കുന്നത്. അത് ഞങ്ങളുടെ അഭിമാനമാണ്. ഞങ്ങളുടെ നടൻ എന്ന് പറയുന്ന ഞങ്ങളുടെ മനസ്സിന്റെ, ഞങ്ങളുടെ ഓരോ മലയാളികളുടെയും നടന ചലനമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ അദ്ദേഹത്തിന്റെ പ്രതിമയെ അപമാനിച്ച ഒരു മകൻ കേരളത്തിൽ ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട. അത് ഉറപ്പാ, അതിനകത്തൊരു സംശയം വേണ്ട. നീ ആ പ്രതിമയെ വരെ അപമാനിച്ചവനാ. അത്ര കഷ്ടപ്പെട്ട് ആ പ്രതിമ അവിടെ വെച്ചിട്ട്, പ്രതിമയെ വേറൊരു മകനാണെങ്കിൽ ആ പ്രതിമയുടെ മുമ്പിൽ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞിട്ട് നീ ഈ ജനങ്ങളോട് എൻ്റെ അച്ഛനാണിതെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ അംഗീകരിച്ചേനെ. പറഞ്ഞാൽ മനസ്സിലായി? നീ അതുപോലും ചെയ്യാൻ പറ്റാത്ത നീയാണോ ഈ കേരളത്തിലെ എൻ്റെ ബഹുമാനപ്പെട്ട ജയൻ സാറിന്റെ മകൻ എന്ന് പറഞ്ഞത്?
ആരും അംഗീകരിക്കില്ല. ഞാൻ പറയാണ്, അത് ഒരിക്കലും ജയന്റെ മകനല്ല. ഇനി അങ്ങനെ ഒരു ജയൻ സാർ പ്രഖ്യാപിക്കാണ്ട് ഇതെന്റെ മകനെന്ന് പറയുന്ന കാലം വരെയും ഇനി ഒരിക്കലും ഉണ്ടാവത്തുമില്ല. നിനക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ, നീ പഴയ പണി ചെയ്തില്ലേ, ആ പണിയെ നിനക്ക് ഉതവും. ഇത് കുറച്ചു കാലം ആളിക്കത്തും, പിന്നെ നിന്നെ വേസ്റ്റ് ആയിട്ടിടും. അതിനൊക്കെ നല്ല നീ പോയിട്ട് പണിയെടുത്ത് ജീവിക്കും. നല്ല മാന്യമായ ഒരു തൊഴിലറിയാലോ, ആ പണിയെടുത്ത് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ. മരണപ്പെട്ടു പോയ മഹാനടന്റെ പേര് പറഞ്ഞ് ജീവിക്കാതെ പണിയെടുത്ത് ജീവിക്കുക എത്രയോ മര്യാദയാ. ഏതൊരു തൊഴിലിനും അഭിമാനമാണ്. നിനക്ക് എവിടുന്ന കൂളിംഗ് ക്ലാസ് തന്നത്? ജയൻ സാറാണ്. കോട്ട് നിനക്ക് ജയൻ സാർ തന്നെയാണ്. ഇങ്ങനെയുള്ള വേഷം കെട്ട് ജയൻ സാർ എടുത്തിട്ടുണ്ടോ? ഇല്ല. ഇത് വേഷം കെട്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരു വ്യാജ മോനാണ് ഇവൻ. അതിനകത്ത് ഒരു സംശയം വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചോ, മണ്ടയില് സ്ഥിരതാമസം ഇല്ലാത്ത ആളാ. അതാ കണ്ടില്ല ഇങ്ങനെയാ അവൻ നിൽക്കുന്നത്. ഇനി എനിക്ക് നിന്നോട് പറയാനുള്ളത് അവസാനമായിട്ട്, ഇനി മഹാനായ വ്യക്തിയുടെ പേരും പറഞ്ഞ് നീ ജീവിച്ചാൽ ഇതല്ല, ഇതിനപ്പുറത്തെ പണി നിനക്ക്